ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് സഹായം തേടിക്കൊണ്ട് ഞാനിത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് സഹായം തേടിക്കൊണ്ട് ഞാൻ ഈ കിതാബ് പാരായണം ചെയ്യുന്നത് തുടങ്ങുന്നു എന്നാണ് ഇവിടെയുള്ള അതിൻ്റെ അർത്ഥം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നമുക്ക് ഹിദായത്ത് തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവൻ നമുക്ക് ഹിദായത്ത് തന്നു, ഇതിലേക്ക് നമ്മെ വഴി കാണിച്ചു, ഈ ഗ്രന്ഥത്തിലേക്ക് അല്ലെങ്കിൽ അറിവിലേക്ക് നമ്മെ വഴി കാണിച്ചു, ഹിദായത്തിലേക്ക് മൊത്തത്തിൽ ഈമാനിലേക്ക് നമ്മെ വഴി കാണിച്ചു. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളൊരിക്കലും ഈ വഴിയിലേക്ക്, ഈ ഈമാനിലേക്ക്, അറിവിലേക്ക് ഒന്നും നമ്മൾ എത്തിച്ചേരുമായിരുന്നില്ല. അള്ളാഹുവാണ് നമുക്കതെല്ലാം തന്നത്. അവനിക്കാണ് സർവസ്തുതിയും. വസ്സലാത്തു വസ്സലാം. അപ്പോൾ അത് സർവസ്തുതി എന്നിങ്ങനെ പറഞ്ഞു വെക്കലല്ല, ശരിക്കും സ്തുതിക്കുകയാണ് ചെയ്യുന്നത് പടച്ചോനെ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തും സലാമും പിന്നെ നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അവിടുന്ന് നമുക്ക് ദീന് പകർന്നു തന്നത് കൊണ്ടാണല്ലോ നമുക്ക് അള്ളാഹു ആ മാർഗം, അള്ളാഹു നിശ്ചയിച്ച, തീരുമാനിച്ച, അവൻ നിർണയിച്ച ആ വഴിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്. വഅല ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി. ആലിനും സഹബിനും അതുപോലെ തന്നെ ഇതുണ്ടാവട്ടെ, സ്വലാത്ത് ഉണ്ടാവട്ടെ. അവരാണല്ലോ നമുക്ക് ദീനുൽ ഇസ്ലാമിനെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തന്നത്, ഈ അറിവുകളൊക്കെ നമുക്ക് എത്തിച്ചു തന്നത്. അൽ ഫായിസീന ബിറിദല്ലാഹി. അള്ളാഹുവിൻ്റെ റിള കൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് വിജയിച്ചവരാണ് അവർ. അമ്മാ ബഅദു. ഇനി വിഷയത്തിലേക്ക് വരാം. അമ്മാ ബഅദു എന്ന് പറഞ്ഞാൽ ബിസ്മി ഹംദ് സ്വലാത്ത് സലാം ഇതിനൊക്കെ ശേഷം. ഫഅലം അന്നല്ലാഹ ഖലഖനാ ഫി അഹ്സനി തഖ്വീം. അള്ളാഹു നമ്മെ ഏറ്റവും നല്ല രൂപത്തിലാണ് പടച്ചതെന്ന് നീ മനസ്സിലാക്കണം. വ ഖലഖനൽ അർള വമാ ഫിഹാ മിനൻ നഈമി വസഖറ ലനാ ശംസ വൽ ഖമറ വൻ നുജൂം. നമുക്ക് ഭൂമിയെയും അതിലുള്ള ഒക്കെയും നമുക്ക് പടച്ചു തന്നു. ഭൂമിയും അതിലുള്ള മുഴുവനും നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചു. വസഖറ ലനാ ശംസ വൽ ഖമറ വൻ നുജൂമ. നമുക്ക് വേണ്ടി തന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയെല്ലാം അള്ളാഹു തആല കീഴ്പ്പെടുത്തി തന്നു. വ അമറ മലായികതഹു ബിസ്സുജൂദി ലി അബീന ലിമാ അല്ലമഹു മിനൽ ഉലൂം. നമ്മുടെ പ്രപിതാവായ ആദം അലൈഹിസ്സലാമിന് വേണ്ടി മലായികത്തിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം? ലിമാ അല്ലമഹു മിനൽ ഉലൂം. ആദം നബിക്ക് അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തു, അതിൻ്റെ കാരണം കൊണ്ട്. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ആദം നബി അലൈഹിസ്സലാമിന് മുഴുവൻ വസ്തുക്കളുടെയും മുഴുവൻ ഭാഷയിലുള്ള പേരുകൾ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വലിയ അറിവ് നേടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് ഒരു സ്പോട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അതിനുശേഷം മലായിക്കത്തിനോട് അതിൻ്റെ പേരുകളൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, പഠിച്ചോനെ നീ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, നീ പഠിപ്പിച്ചു തന്നാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ആദം നബീനെ വിളിച്ചു, ആദം നബീനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ആദം നബി അതൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് മലായിക്കത്തിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ആർക്ക്? ആദം നബി അലൈഹി സ്വലാമിന്. അള്ളാഹു ഇവിടെ പറഞ്ഞതാണോ? ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരെ മലക്കുകൾ മുഴുവനും ഒരു മനുഷ്യന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഹത്വം കൊടുത്ത വ്യക്തിയാണ് ആദം നബി അലൈഹി സ്വലാം. അത്രയും വലിയ മഹത്വം കൊടുത്ത ഒരു വിഭാഗമാണ് മനുഷ്യ വിഭാഗം എന്ന് പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിഭാഗത്തെ അള്ളാഹു ഭയങ്കരമായിട്ട് ആദരിച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യലാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഭൂമിയെയും ചന്ദ്രനെ എല്ലാത്തിനെയും, നമുക്ക് എല്ലാ ഭൂമിയിലുള്ള മുഴുവനും നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ആദം നബി അലൈഹി സ്വലാമിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? സുമ്മ അമറനാ ബി തഖ്വ. നമ്മോട് തഖ്വ കൊണ്ടാണ് പിന്നെ കൽപ്പിച്ചത്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് തഖ്വ എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ടോട്ടൽ എൻറ്റയർലി ഓൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തഖ്വയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്.
തഖ്വ എന്ന് പറഞ്ഞാൽ പഠിച്ചത് നമ്മോട് കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ചെയ്യുക. അവൻ നിരോധിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യമാണത് തഖ്വ. അതൊരുപാട് ഗ്രേഡുകളിലായിട്ടുണ്ട്. സാധാരണക്കാരുടെ തഖ്വ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, കഴിയുന്നത്ര സുന്നത്തുകളൊക്കെ എടുക്കുക, പിന്നെ തെറ്റുകളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക. ഒരു തെറ്റ് എങ്ങനെയെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ഉടനടി തൗബ ചെയ്യുക. ഒരാളോടും ഹക്ക് ബാക്കിയാക്കാതെ ജീവിക്കുക. ഒരാളെ തെറി പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഞ്ചിക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ട്, ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ, സംഭവിക്കാൻ പാടില്ല, അവരെ കൊണ്ട് പെട്ടെന്ന് പൊരുത്തപ്പെടിച്ച് അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുക. ഈ ഒരു അവസ്ഥക്കാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൽപ്പിച്ചത്. തഖ്വയോടുകൂടി ജീവിക്കാനാണ് അള്ളാഹു നമ്മെ കൽപ്പിച്ചത്. അതുപോലെ വൽ മൗതി അലൽ ഇസ്ലാമി, മുസ്ലിം ആയിക്കൊണ്ട് മരിക്കാനുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൽപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് യഥാർത്ഥമായ രീതിയിൽ നിങ്ങൾ തഖ്വ ചെയ്യണം. ഹഖ്ക തുഖാതിഹി, കുറച്ച് തഖ്വ ചെയ്താൽ പോരാ, പൂർണ്ണമായ തഖ്വ ചെയ്യണം. വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കുകയും ചെയ്യരുത്. അപ്പം നമ്മോട് കൽപ്പിച്ച രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് തഖ്വയോടെ ജീവിക്കുക, രണ്ട് മുസ്ലിമായി മരിക്കുക. അപ്പം എന്താ തഖ്വ? വത്തഖ്വ ഹുവ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലുമാണ്. വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഹറാമ് മാത്രമല്ല, കറാത്തായ സാധനം ഒഴിവാക്കണം. വൽ ഇംതിസാലു വൽ ഇജ്തിനാബു, ഈ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ചെയ്യലും ഒഴിവാക്കലും ലാ യസ്തതിബ്ബാനി ഇല്ലാ ബി മഅരിഫത്തിൽ അഹ്കാമി ശർഇയ്യ, അത് രണ്ടും നടക്കണമെങ്കിൽ എന്ത് വേണം? ശർഇയ്യായ ഇൽമുകൾ പഠിക്കണം. കാരണം ശർഇയ്യായ ഇൽമു പഠിച്ചാലല്ലേ പടച്ചവൻ എന്തെല്ലാം കൽപ്പിച്ചത്, എന്തൊക്കെയാണ് വിരോധിച്ചത് മനസ്സിലാവുള്ളൂ. അതിനാണ് നമ്മൾ കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഈ ഫിഖ് പഠിക്കുന്നത്. വൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയത്തി ഹുവൽ ഫിഖ്ഹു, അങ്ങനെ ശർഇയ്യായ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിധികൾ പറയുന്ന ആ വിജ്ഞാനശാഖക്ക് പറയുന്ന പേരാണ് ഫിഖ്. വ ഇമാമുന ഫിൽ ഫിഖ്ഹി ഇമാമുൽ അഇമ്മത്തി മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ ഫിഖ്ഹിലുള്ള ഇമാമ് അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. വഖദ് സന്നഫൽ ഉലമാഉ ഫി ഫിഖ്ഹി അശ്ശാഫിഈ കുതുബൻ അദീദതൻ, ഷാഫി ഇമാമിന്റെ ഫിഖ്ഹ് കർമ്മശാസ്ത്ര ധാരയിൽ ഒരുപാട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇമാമുമാര് രചിച്ചിട്ടുണ്ട്. ഫമിൻഹൽ മബ്സൂതത്തു വമിൻഹൽ മുഖ്തസറത്തു വമിൻ അഷ്ഹരി മുഖ്തസറാത്തിഹി കിതാബ് ഫത്ഹിൽ മുഈൻ ബിശർഹി ഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ. നിങ്ങളിവിടെ ഇല്ലേ? ഓക്കെ. അപ്പോൾ ഒരുപാട് കിതാബുകൾ ഷാഫി മദ്ഹബിൽ ഫിഖ്ഹിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെട്ട ഒരു ചെറിയ ഗ്രന്ഥമാണ്, ലഘു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥം. എന്താണ് അതിന്റെ ഫുൾ പേര്? കിതാബ് ഫത്ഹിൽ മുഈൻ ബി ശർഹി ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ, അതതിന്റെ ഫുൾ നെയിമാണ്. അപ്പോൾ ഖുറത്തുൽ ഐൻ എന്ന് പറയുന്ന വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഷർഹാണ് ശരിക്കും ഫത്ഹുൽ മുഈൻ. ഇത് രണ്ടും രചിച്ചത് വക്കിലാഹുമ ലിഷേഖിൽ അലാമത്തിൽ മഖ്ദൂമി സഗീർ അഹ്മദ് സൈനുദ്ദീൻ ബിൻ മുഹമ്മദ് അൽ ഗസാലി ഇബ്ൻ ഷേഖ് അൽ അലാമ അൽ മഖ്ദൂം അൽ കബീർ സൈനുദ്ദീൻ അൽ മഅബരി അൽ മലൈബാരി റഹിമഹുമുല്ലാഹു തആല റഹ്മത്തൻ വാസിഅത്തൻ. ഈ രണ്ട് ഗ്രന്ഥങ്ങളും, ഖുറത്തുൽ ഐൻ എന്ന് പറയുന്ന ഗ്രന്ഥവും ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥവും, ഇത് രണ്ടും രചിച്ചത് ആരാണ്? ചെറിയ മഖ്ദൂം എന്നറിയപ്പെടുന്ന അഹമ്മദ് സൈനുദ്ദീൻ എന്നവരാണ് അത് രചിച്ചത്. അവരുടെ വാപ്പാന്റെ പേരാണ് മുഹമ്മദ് അൽ ഗസാലി, അവരുടെ വാപ്പയാണ് വലിയ മഖ്ദൂം. വലിയ മഖ്ദൂമിന്റെ പേരാണ് സൈനുദ്ദീൻ അൽ മഹബരി. ഓക്കെ. ഇനി പറയുന്നത് എന്താ വെച്ചാൽ, സംഗതി ഫത്ഹുൽ മുഈൻ വളരെ ചെറിയ കിതാബാണ്, വലിയ കിതാബുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഫത്ഹുൽ മുഈൻ ഇങ്ങനെ, എന്നാലും അത് കുറച്ചുണ്ട്, ഫത്ഹുൽ മുഈൻ ഒരു ഇത്ര കട്ടി ഉണ്ടാവും, അതൊക്കെ ഇപ്പോൾ ഓതി എല്ലാവരും പഠിച്ച് നടക്കുന്നില്ല എന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ കിതാബ് എഴുതാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ കിതാബ് എഴുതിയെന്നാണ് ഇനി പറയുന്നത്. വഖദ് ഇഹ്താജ തുല്ലാബു ഹാദൽ അസ്രി ഇലാ മുഖ്തസറിൻ യകൂനു തംഹീദൻ ലിഹാദൽ കിതാബ്.
ഫത്തുഹുൽ മുഈൻ നേരെ ഡയറക്റ്റായി ഓതുന്നതിന് പകരം അതിന് മുന്നേ ഒരു ചെറിയ കിതാബ് അത് ഓതിയിട്ട് അങ്ങോട്ട് കയറാം എന്ന അവസ്ഥ ഉണ്ടായി ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക്. ഫഹാദ ബിഹംദില്ലാഹി ദാക്കൽ മുഖ്തസർ, അതാണ് ഇപ്പോൾ ഈ കാണുന്ന കിതാബ്. നസമ്മിഹി, നമ്മൾ അതിന് പേര് വെച്ചു ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന കിതാബിന് പേര് വെച്ചു. വഖദ് ഹവത്ത് അഹമ്മൽ മസായിലുൽ ഫിഖ്ഹിയ്യത്തി, പ്രധാനപ്പെട്ട ഫിഖ്ഹിന്റെ മസാലകളൊക്കെ ഈ കിതാബിലുണ്ട്. വബഅദൽ അബ്ഹാത്തുൽ ദറൂരിയത്തി വൽ ഖളായ അൽ അസ്രിയ, ആധുനിക കാലത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മസാലകളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വനർജു മിനല്ലാഹി നഫ്അ ബിഹി ഫിദ്ദാറൈൻ, അള്ളാഹുവിൽ നിന്ന് ഈ ഗ്രന്ഥം കൊണ്ട് ഇരു വീട്ടിലും ഉപകാരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് കിതാബിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ നേരെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശർഈയായ ഹുക്കുമുകളെ പറ്റിയിട്ടാണ്. ശർഈയായ ഹുക്കുമുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കിതാബിൽ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, നമ്മള് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വിധികളാണ് പറയുന്നത്. ഇപ്പൊ ഏതൊക്കെയാണ് ആ വിധി എന്ന് മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമാണ് തുടക്കത്തില്. ഇപ്പോ പിന്നെ ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അതിലുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ആദ്യം പഠിച്ചു വെക്കണമല്ലോ. അങ്ങനെ അപ്പൊ ഫിഖിൽ ഇറങ്ങുമ്പോൾ ഇത് സുന്നത്താണ്, ഇത് വാജിബാണ്, ഇത് ഫർളാണ് എന്നൊക്കെ പറയും. ഇനി കുറച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കല് അത് ഹറാമാണ്, നിസ്കരിക്കല് അത് നിർബന്ധമാണ്, പള്ളിയിൽ പോക്ക് അത് സുന്നത്ത് മുഅക്കദത്താണ്, ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പൊ ആക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം എന്താണ് ഈ വാജിബ്, ഹറാമ്, സുന്നത്ത് എന്നൊക്കെയുള്ള മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇനി നമ്മൾ അടുത്ത പറയുന്നത്. അൽ ഹുക്മു ഇമ്മാ തലബു ഫീലിൻ ഔ തലബു തർക്കിൻ ഔ തഖ്യീറുൻ ബൈനഹുമാ ഫൽ അവ്വലു ഇൻ കാന ജാസിമൻ ഫവുജൂബുൻ വഇല്ലാ ഫനദ്ബുൻ والثاني إن كان جازما فتحريم وإلا فكراهة إن ورد فيه نهي صريح وخلاف الأولى إن كان النهي فيه غير صريح والثالث هي الإباحة. കുറച്ച് ടഫായിട്ടുള്ളൊരു ഇബാറത്താണത്, സിമ്പിളായിട്ട് പറയാം. പടച്ചോ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ചെയ്യാനായിരിക്കും, അല്ല ഒഴിവാക്കാനായിരിക്കും, എല്ലാം ചെയ്തോ അല്ല ചെയ്യണ്ട, അങ്ങനെ ആയിരിക്കും. ഇങ്ങനെയല്ല ഏതായാലും പറയാം, 3 സാധ്യതയാണ്. അപ്പൊ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് പറയുന്നത്, എന്നാൽ അത് വാജിബാണ്. ചെയ്യാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, നിർബന്ധമില്ല, ചെയ്യണം. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സുന്നത്താണ്. നബി പറഞ്ഞു പള്ളി കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം, നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞത്. അത് ചെയ്യല് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ ഒരാൾ കുറ്റക്കാരനാവും, അതില്ല, കാരണം വേറെ തെളിവുകളുണ്ട്. അപ്പോൾ ചെയ്യാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് സുന്നത്താണ്. അപ്പൊ ചെയ്യാൻ പറയുന്ന കാര്യം 2 തലത്തിലുണ്ടാവും. ഒന്ന് നിർബന്ധമായി ചെയ്യണം എന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓപ്ഷണലായിട്ട് ചെയ്തോ എന്ന് പറയുന്നുണ്ടാവും. ചെയ്താലും നല്ല കൂലി ഉണ്ട് എന്നുള്ള രൂപത്തിൽ. അപ്പൊ അതിന് സുന്നത്ത് എന്ന് പറയും, ആദ്യം പറഞ്ഞതിന് വാജിബ് എന്ന് പറയും. ഇനി ചെയ്യരുത് എന്ന് പറയും ചില കാര്യങ്ങൾ, ഒരിക്കലും ചെയ്തു പോരുത് എന്ന് പറയുന്നതാണ് അതിനെപ്പറ്റി ഹറാം എന്ന് പറയും. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെങ്കിൽ ചെയ്താലും കുറ്റക്കാരനാവില്ല, അങ്ങനത്തെയാണ് അതിനെപ്പറ്റി കറാഹത്ത് എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. സുന്നത്ത് മനസ്സിലായി, വാജിബ് മനസ്സിലായി, ഹറാമ് മനസ്സിലായി, അതിന്റെ ഓപ്പോസിറ്റിലെ കറാഹത്ത് മനസ്സിലായി. ഇനി കറാഹത്ത് പോലെ തന്നെയുള്ള ഒരു സാധനമാണ് ഖിലാഫുൽ ഔല. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാലും ചെയ്യരുത് എന്ന് പറയപ്പെടുന്നതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനമാണ് ഖിലാഫുൽ ഔലയും കറാഹത്തും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പിന്നെ നോമ്പ് കാലത്ത് പകല് കുളിക്കരുത് എന്ന് പറഞ്ഞു. പകല് കുളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു നോട്ടിക്കോ. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞ്, പക്ഷെ ഞാൻ ഒരിക്കലും പകല് കുളിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുളിക്കാതിരിക്കാനാണ് പറഞ്ഞത് എന്നാണ് ആ പറഞ്ഞത് മനസ്സിലായത്. കുളിക്കരുത് ഇപ്പൊ ഹറാമില്ല, ആ സമയത്ത് കുളിക്കരുത് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറാഹത്താണ്. ഇനി ഞാൻ പറഞ്ഞത് പിന്നെ രാത്രി കാലത്ത് കുളിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. പകൽ കുളിക്കരുതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. രാത്രിയാണ് നോമ്പുകാരൻ കുളിക്കേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പകൽ കുളിക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിന് വ്യക്തമായിട്ട് പറയാത്തതിൽ നിന്ന് കിട്ടുന്ന സാധനമാണെങ്കിൽ, ചെയ്യരുതെന്ന് കിട്ടുന്നതാണെങ്കിൽ അതിനെപ്പറ്റി ഖിലാഫുൽ ഔല എന്ന് പറയും. ഇപ്പോൾ കറാഹത്ത് ഖിലാഫുൽ ഔല തമ്മിൽ വ്യത്യാസം,
നബിതങ്ങള് വ്യക്തമായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞതാണ് കറാഹത്ത്. വ്യക്തമായിട്ട് എന്താ പറയാ, എക്സ്പ്രസ്ഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് കറാഹത്ത്. എക്സ്പ്രസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും ചെയ്യരുത് എന്നുള്ളത്. അതിനെന്ത് പറയും? ഖിലാഫുൽ ഔല എന്നും പറയും. ഇത് രണ്ടാണ് വ്യത്യാസം. അപ്പോ ഫർള് വാജിബ് മനസ്സിലായില്ലേ? നിർബന്ധമായും ചെയ്യണം എന്ന് പറഞ്ഞത്. സുന്നത്ത് എന്ന് പറഞ്ഞാലോ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. കറാഹത്ത് എന്ന് പറഞ്ഞാലോ ചെയ്യരുത്, ചെയ്താല് കുറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഹറാം എന്ന് പറഞ്ഞാലോ എന്തായാലും ചെയ്യരുത്. ഇനി ഖിലാഫുൽ ഔലയും കറാഹത്തും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇനി മനസ്സിലാക്കാനുള്ളത്. അത് ഞാൻ എന്ത് പറഞ്ഞു? പിന്നെ കൃത്യമായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖിലാഫുൽ ഔല. ചെയ്യരുത് എന്ന് ഇപ്പൊ രാത്രി കുളിക്കലാണ് നല്ലത് എന്ന് പറയുമ്പോൾ പകൽ കുളിക്കരുത് എന്ന് കിട്ടുന്നുണ്ട്. അതിനാണ് എന്താ പറയാ, ഖിലാഫുൽ ഔല എന്ന് പറയാ. അങ്ങനെ വ്യക്തമായിട്ട് നബി തങ്ങൾ പറയാതെ അത് ചെയ്യരുത് എന്ന് കിട്ടുന്നതിനെ പറ്റിയിട്ടാണ് ഖിലാഫുൽ ഔല എന്ന് പറയാം. ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്, അതാണ് ഇബാഹത്ത്. ഇബാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യണോ ചെയ്യാം, ചെയ്യണ്ടെന്ന് ആ രൂപത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ഇബാഹത്ത് എന്ന് പറയും. ഇപ്പൊ വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൽ വാജിബു, നാലാമത്തെ ലൈന്. ഫൽ വാജിബു മാ യുസാബു അലാ ഫീലിഹി വയുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടും. സൗമി റമദാൻ, റമദാൻ മാസത്തെ നോമ്പ് പോലെ. ചെയ്താൽ എന്ത് കിട്ടും? കൂലി കിട്ടും. ഉപേക്ഷിച്ചാലോ കുറ്റം കിട്ടും. വൽ മന്ദൂബു, സുന്നത്ത് എന്ന് പറഞ്ഞാലോ, മന്ദൂബ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. മന്ദൂബ് എന്ന് പറഞ്ഞാൽ മാ യുസാബു അലാ ഫീലിഹി, ചെയ്താൽ കൂലി കിട്ടും. വല യുആഖബു അലാ തർക്കിഹി, ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടൂല. സലാത്തിൽ വിത്തിരി, വിത്ര നിസ്കാരം പോലെ. വൽ ഹറാമു, ഹറാമു എന്ന് പറഞ്ഞാലോ മാ യുസാബു അലാ തർക്കിഹി, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. വയുആഖബു അലാ ഫിഅലിഹി, ചെയ്തു കഴിഞ്ഞാലോ കുറ്റം കിട്ടുകയും ചെയ്യും. കഅഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ. അത് ഹറാമാണല്ലോ. അടുത്തത് കറാഹത്താണ്, മക്രൂഹ്. മക്രൂഹ് എന്ന് പറഞ്ഞാൽ കറാഹത്ത്. ഖിലാഫുൽ ഔല. ഇത് രണ്ടും കിലാഹുമ മാ യുസാബു അലാ തർക്കിഹി വലാ യുആഖബു അലാ ഫിഅലിഹി. ചെയ്താൽ എന്ത് കിട്ടും? കുറ്റം കിട്ടും. കുറ്റം കിട്ടുമോ? ഇല്ല, കുറ്റം കിട്ടൂല. കറാഹത്ത് ഖിലാഫുൽ ഔലയും ചെയ്താൽ കുറ്റം കിട്ടൂല, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. ഇപ്പൊ എല്ലാം മനസ്സിലായി. നമ്മളിപ്പോ പറഞ്ഞ സാധനം തന്നെ ഒന്നുകൂടെ ആവർത്തിച്ചാണ്. ഇനി പോവല്ലോ, എന്താ ഡൗട്ട് ഉണ്ടോ വേറെ പറഞ്ഞതിൽ? ഓക്കെ. ഇനി പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞ വിഷയമാണ് പറയുന്നത്. കറാഹത്തു ഖിലാഫുൽ ഔലയും തമ്മിലുള്ള ഡിഫറൻസാണ് പറയുന്നത്. ഇല്ല അന്ന നഹിയ ഫിൽ അവ്വലി സ്വരീഹുൻ. കറാഹത്തില് ചെയ്യരുത് എന്ന് പറയുന്നത് വളരെ എക്സ്പ്രസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ചെയ്യരുത് കേട്ടോ. ഖിലാഫുൽ ഔലയിലോ ഗൈറു സരീഹായിരിക്കും, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ഉദാഹരണം നോക്കാം. മസലൻ തെർക്കു തഹിയ്യത്തിൽ മസ്ജിദി മക്രൂഹുൻ. പള്ളി കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കുന്നത് കറാഹത്താണ്. കാരണം ഫഖദ് വറദ ഫീഹി നഹിയുൻ സരീഹുൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി തങ്ങൾ നിസ്കരിക്കാതെ ഇരിക്കരുത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോ അത് കറാഹത്താണ്. എന്താ പറഞ്ഞേ? ഖാല ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈൻ. നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യരുത്, അവൻ ഇരിക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. റവാഹു ഷെയ്ഖാനി. അതാണ് ഇപ്പൊ എന്തിന്റെ ഉദാഹരണം? കറാഹത്തിന്റെ ഉദാഹരണം, വ്യക്തമായി പറഞ്ഞതിന്റെ ഉദാഹരണം. ഇനി തെർക്കു സ്വലാത്തിൽ ലുഹ ഖിലാഫുൽ ഔല. രാവിലെ നിസ്കരിക്കുന്ന ലുഹ നിസ്കാരം അത് ഒഴിവാക്കൽ ഖിലാഫുൽ ഔലയാണ്. കാരണം ഫഖദ് വറദൽ അംറു ബി ഫിഅലിഹ ഫിൽ അഹാദീസ്. അത് ചെയ്യണം എന്ന് ഹദീസുകളിലൊക്കെ കൃത്യമായി വന്നിട്ടുണ്ട്. ചെയ്യാതിരിക്കരുത് എന്ന് എന്ത് ചെയ്തിട്ടില്ല, വ്യക്തമായിട്ട് ഹദീസുകളിൽ പറഞ്ഞിട്ടില്ല. ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കരുത് എന്നാ മനസ്സിലാവുമല്ലോ. നിങ്ങൾ ദുഹ നിസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. അപ്പൊ അതിന് എന്താ മനസ്സിലാക്കാൻ? നിസ്കരിക്കാതിരിക്കരുത് എന്ന് മനസ്സിലാവും. അപ്പൊ ഒഴിവാക്കുക എന്നുള്ളത് അത് ഖിലാഫുൽ ഔലയാണ്, വ്യക്തമായിട്ട് പറയാത്തതിൽ പെട്ടതാണ്. ഖിലാഫുൽ ഔലയും കറാഹത്തും ചെയ്യേണ്ടതാണ് മനസ്സിലാക്കുകയും ചെയ്യരുത്, രണ്ടും ഒഴിവാക്കാനുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത്
ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക. ഇനിയിപ്പോൾ ഒന്ന് ജമാഅത്തായിട്ടാണ് നടക്കുന്നതെങ്കിൽ തഹിയ്യത്തിൻ്റെ 2 റക്അത്ത് കരുതുക, സുന്നത്ത്. തഹിയ്യത്തിൻ്റെ 2 റക്അത്തും കൂടി ദുഹറിലേക്ക് ഞാൻ അതും കൂടി കൂട്ടിയിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതാം. അങ്ങനെ കരുതി നിസ്കരിച്ചു കഴിഞ്ഞാൽ ദുഹർ നിസ്കാരത്തിൻ്റെ കൂലിയും ജമാഅത്തിൻ്റെ കൂലിയും കിട്ടും, തഹിയ്യത്തിൻ്റെ കൂലിയും കിട്ടും, ആദ്യത്തെ നിസ്കാരത്തിൽ മാത്രം. ഇനി അപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് മുബാഹ്, നമ്മൾ ചെയ്തില്ലെങ്കിലും കുറ്റവും കൂലിയൊന്നും ഇല്ലാത്ത പറഞ്ഞല്ലോ, അതാണ് മുബാഹ്, ജായിസായ കാര്യങ്ങൾ. മാലാ യുസാബു വലാ യുആഖബു അലാ ഫീലിഹി വലാ അലാ തർക്കിഹി കശുർബിൽ ഹലീബ്. പാല് കുടിക്കുന്ന പോലെ. പാല് കുടിച്ചെന്നും കുറ്റം കിട്ടോ? ഇല്ല. പാല് കുടിക്കാത്തതുകൊണ്ടെന്നും കുറ്റം കിട്ടോ, കൂലി കിട്ടോ? അതുമില്ല. ആ സമയത്ത് കട്ട പാല് കുടിച്ചാൽ കുറ്റം കിട്ടൂലേ? അത് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ വിധി എന്ന് പറയുന്നത് ഹലാലാണ്. ഇനി വയുക്കാലുലിൽ വാജിബി ഫർദുൻ. ഇനി വാജിബിനെ പറ്റി നമ്മൾ ഫർദ് എന്ന് പറയും. മന്ദൂബിനെ പറ്റി സുന്നത്ത് എന്ന് മുസ്തഹബ് എന്നൊക്കെ പറയും. വലിൽ മന്ദൂബി സുന്നത്തുൻ വ മുസ്തഹബുൻ വലിൽ മുബാഹി ജായിസുൻ വ ഹലാലുൻ. ഹലാല്, ജായിസ്, മുബാഹ് എന്നൊക്കെ പറയും. ഇതൊക്കെ ഒരേ ടൈമാണ്, ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. കഴിഞ്ഞ് ഇനി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്, ഫർദ് എന്ന് വാജിബ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഈ ഫർദ് 2 രൂപത്തിലുണ്ടാവും. ഒന്ന്, ഓരോരുത്തരായിട്ട് തന്നെ ചെയ്യണത്. നാട്ടിൽ ഒരാൾ നോമ്പെടുത്തോണ്ട് എല്ലാവരും നോമ്പും വിടുമോ? അതില്ല. ഒരാൾ നിസ്കരിച്ചോണ്ട് എല്ലാവരും പിന്നെ നിസ്കരിക്കേണ്ടെന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഓരോ വ്യക്തിയും ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളുണ്ട്. നാട്ടിൽ കുറച്ചാൾക്കാർ ചെയ്താൽ ബാക്കിയുള്ളവർ കഴിച്ചലാവുന്ന നിർബന്ധമായ കാര്യങ്ങളുണ്ട്. ആദ്യത്തേന് എന്ത് പറയും? ഫർള് ഐൻ എന്ന് പറയും. മറ്റേത് ഫർള് കിഫായ എന്ന് പറയും. ഫർള് കിഫായൻ്റെ ഒരു ഉദാഹരണം പറയും. അതെ, മയ്യത്തിനെ കുളിപ്പിക്കുക, മയ്യത്ത് നിസ്കരിക്കുക, ഇതൊക്കെ അതാണ് ഇനി പറയുന്നത്. വൽ ഫർളു നൗആനി, ഫർളു ഐനിൻ വ ഫർളു കിഫായ. ഫർള് ഐനുണ്ട്, ഫർള് കിഫായ ഉണ്ട്. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഹുവൽ വാജിബു അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫിനും നിർബന്ധമാകുന്ന കാര്യങ്ങൾക്കാണ് ഫർള് ഐൻ എന്ന് പറയുക. കൽ മക്തൂബാത്തിൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം പോലെ. രണ്ടാമത്തെ ടൈപ്പാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഹുവൽ വാജിബു അലാ ജുംലത്തിൽ മുക്കല്ലഫീന, അത് ഒരു കൂട്ടം മുക്കല്ലഫുകൾക്കാണ് നിർബന്ധമാവുക, ഒരു കൂട്ടം ടീമിനാണ് നിർബന്ധമാവുക. അപ്പോൾ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ നിസ്കരിച്ചു കഴിഞ്ഞാൽ, മയ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ബാധ്യത വീടി. കൽ അംരി ബിൽ മഅറൂഫി വന്നഹീ അനിൽ മുൻകർ. വേറൊരു ഉദാഹരണമാണ്, നാട്ടിലൊരു കഞ്ചാവ് കേസ് നടക്കുന്നുണ്ട്. കുറച്ച് ഏക്കന്മാർ കഞ്ചാവ് അടിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ ഓലോട് പോയിട്ട് കഞ്ചാവ് അടിക്കാൻ പാടില്ല എന്ന് പറയൽ, അത് നാട്ടിൽ ആരെങ്കിലും പറയൽ ഫർദ് കിഫയാണ്. ആരും പറഞ്ഞില്ല, നാട്ടുകാർ മൊത്തം കുറ്റക്കാരാവും. അപ്പോൾ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും, ആൾക്കാരെ നിങ്ങളിങ്ങനെ കഞ്ചാവിലേക്ക് പോകരുത്, നിങ്ങൾ പള്ളിയിലേക്ക് വരണം, റാത്തീവിന് വരണം, സലാത്തിന് വരണം, എങ്ങനെയൊക്കെ ഈ കൽപ്പിക്കൽ, ഇതൊക്കെ ബാധ്യതകളാണ്, നിർബന്ധ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കൽ. അപ്പം അത് ഈ 2 കാര്യങ്ങളും ഫർദ് കിഫയാണ്. പള്ളിയിലത്തെ മൊയിലാർ നിർവഹിച്ചാലും ഉത്തരവാദിത്തം വീടി നാട്ടുകാരെ. അതാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. ഇനി ഇത്രയും കൂടി ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഇനി കറാഹത്ത് 2 കൊലത്തിലുണ്ട്. കറാഹത്തിനെ പറ്റി നമ്മൾ പറഞ്ഞ കറാഹത്ത് 2 ടൈപ്പ് ഉണ്ട്. കറാഹത്ത് 2 ടൈപ്പ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ, പോകൂലേ? ഓക്കെ. ഇനി കറാഹത്ത് ഒന്ന് എന്ന് പറഞ്ഞാൽ കുറ്റം കിട്ടുന്ന കറാഹത്തുണ്ട്, കുറ്റം കിട്ടാത്ത കറാഹത്തുണ്ട്. നമ്മളിപ്പോൾ കറാഹത്ത് മൊത്തത്തിലാണ് പറഞ്ഞത്, കുറ്റം കിട്ടൂല. പിന്നെ ഹറാമിനെ പോലെ തന്നെയുള്ള ഒരു കറാഹത്തുണ്ട്. അപ്പോൾ ഹറാമും കറാഹത്തും തമ്മിലുള്ള ആ കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ ചോദിക്കും? നമ്മൾ പറയും അതിൽ കറാഹത്തു ദർബാനി, കറാഹത്ത് 2 രൂപത്തിലുണ്ട്. കറാഹത്തു തൻസീഹിൻ വ കറാഹത്തു തെഹരീമി. ഒന്ന് കറാഹത്തു തൻസീഹാണ്, വേറൊന്ന് കറാഹത്ത് തെഹരീമാണ്. അപ്പോൾ കറാഹത്തു തൻസീഹ് എന്ന് പറഞ്ഞാൽ ഫൽ ഊല ലൈസ ഫിഹ ഇസ്മുൻ. കറാഹത്തു തൻസീഹിൽ എന്തില്ല? കുറ്റില്ല. സാനിയത്തു കറാഹത്തു തെഹരീം ആവട്ടെ യസ്മു ഫായിലു, അത് ചെയ്തോ കുറ്റം കിട്ടും എനിക്ക്. ഫയ്യക്കല്ല ഹറാമി. അപ്പോൾ കറാഹത്ത് തെഹരീം എന്ന് പറയുന്നത് ഹറാമിനെ പോലെ തന്നെയാണ്. ഇല്ല അന്നഹ തഖ്തളിൽ ഇസ്മ ബി ദലീലിൻ യഹ്തമിലു തവീല. പക്ഷെങ്കിൽ കുറ്റം കിട്ടുന്നു വരുന്നത് അത് വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയുന്ന ഒരു തെളിവോടുകൂടെയാണ്. അതിനാണ് എന്ത് പറയാ, കറാഹത്ത് തെഹരീം എന്ന് പറയാം.
അതേ സമയത്ത് ഹറാമാവട്ടെ യഖ്തദി ബി ദലീലിൻ ഖത്ഈൻ ലാ യഹ്തമിലു തഅവീൽ, ഹറാമിന്റെ ദലീലുകൾ വേറെ അതിങ്ങനെ പറഞ്ഞതായിരിക്കാം എന്ന സാധ്യതയൊന്നും ഉണ്ടാവില്ല. അതിനാണ് എന്താ പറയുക ഹറാം എന്ന് പറയുക. അപ്പൊ അതാണ് കറാത്ത് തഹരീമും ഹറാമും തമ്മിലുള്ള ഡിഫറൻസ്. കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നേരെ പറയുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ആദ്യം എന്ത് വേണം? വുളു വേണം. ആർക്കാണ് നിസ്കാരം നിർബന്ധമാവുന്നത്? നിസ്കാരം ഒഴിവാക്കിയാലുള്ള കുറ്റം, എങ്ങനെയാണ് നിസ്കാരം ഒഴിവാക്കിയാൽ ഖളാ വീട്ടേണ്ടത്, പിന്നെ വുളുവിന്റെ ഷർത്തുകൾ, വുളുവിന്റെ സുന്നത്തുകൾ, കുളി, നജസ് ശുദ്ധിയാക്കല്, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് നാളെ എടുക്കാം. നിങ്ങള് എന്തായി, നെഹ്വ് എന്തായി? പഠിച്ചൊക്കെ മറന്നുപോയോ നമ്മളൊരു ഗ്യാപ്പ് വന്നപ്പോ? ഓക്കെ, എന്നാ അതൊന്ന് എടുക്കി, ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണുള്ളത് നോക്കി. എന്തായാലും ഹോംവർക്ക് ഉണ്ടോ? ഹോംവർക്ക് ഒന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പോള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞത്, പിന്നെ ഈ ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു, ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നൊക്കെയാണ് അർത്ഥം അല്ലേ? അതിന്റെ കൂടെ ഒരു മാ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തർത്ഥം വരും? ചെയ്തിട്ടില്ല എന്നർത്ഥം വരും അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ. നോക്കിയാ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. കാണുന്നില്ലേ? അപ്പോൾ ഇതില് ഇതൊന്ന് വായിച്ചോളി. ഹുവ മാ ലറബ അംറൻ. അവൻ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ അല്ലേ? ഹുവല്ലാഹു എന്ന് പറഞ്ഞാല് അപ്പൊ എന്താ അർത്ഥം? അവൻ അള്ളാഹു ആകുന്നു അല്ലേ? ഹുവ മാ ലറബ അംറൻ, അവൻ അംറിനെ അടിച്ചിട്ടില്ല. ഹിയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവള്. ഹയ അല്ലല്ലേ, ഹിയ ആണ്. ഹിയ മാ ദഹബത്ത് ഇലൽ ബൈത്തി, എന്താ അർത്ഥം? ദഹബ എന്ന് പറഞ്ഞാല് ഓക്കെ, മാ ദഹബത്ത് ഇലൽ ബൈത്തി, വീട്ടിലേക്ക് പോയിട്ടില്ല. മാ ഖതലത്ത് റാബിയത്തു കൽബൻ, എന്താ അർത്ഥം? ഓക്കെ. ഇനി ഓക്കെ, ഇത് വായിക്കി. ഹൽ, എന്താ അർത്ഥം? ഖറഅ എന്ന് പറഞ്ഞാൽ വായിക്കുക. ഹൽ ഖറഅത്തി എന്ന് പറഞ്ഞാല് നീ ഒരു സ്ത്രീ വായിച്ചോ എന്റെ പുസ്തകം അല്ലേ? ഹൽ ഖറഅത്തി, നീ ഒരു സ്ത്രീ വായിച്ചോ എന്റെ പുസ്തകം. അയിന ദഹബ്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ ഒരു പുരുഷനാണ് അല്ലേ? ഫ്രണ്ടിലുള്ള ആളാണ്. അയിന ദഹബ്ത, നീ എവിടെയാ പോയത്? അയിന എന്ന് പറഞ്ഞാല് എവിടെ, വേർ അല്ലേ? ലിമാദ ദഖൽത്തുമുൽ മസ്ജിദ്. ലിമാദ എന്ന് പറഞ്ഞാല് വൈ. ലിമാദ, എന്തിന്? ലേഷ് നോക്കൂല അറബികള്, കേട്ടിനോ? അതാണത്. ലേഷ് എന്ന് പറഞ്ഞാൽ ലിമാദ. ദഖൽത്തും എന്ന് പറഞ്ഞാല് ദഖല എന്ന് പറഞ്ഞാല് പ്രവേശിച്ചു.
ദഖൽത്തും എന്ന് പറഞ്ഞാലോ? തും എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്? തും എന്ന് പറഞ്ഞാൽ അവരെന്നാ? തും എന്ന് പറഞ്ഞാൽ അവരെന്നാണോ? അവര് എന്നുള്ളതിന് ഇങ്ങനെയല്ലേ ഇടാ നമ്മള്? അക്കലു, കത്തലു. തും എന്ന് പറഞ്ഞാൽ എന്താ ഹിന്ദിയിൽ അർത്ഥം? ഏ, തൂവല്ലേ നീ എന്ന് പറയുന്നത്? ഓക്കെ. ഹൽ ദഖൽത്തും, ലിമാദാ ദഖൽത്തുമുൽ മസ്ജിദ. നിങ്ങൾ എന്ന് പറയുമ്പോ ആണോ പെണ്ണോ? ഓക്കെ. നിങ്ങൾ അടുത്ത വായി ഹൽ ഖത്തൽതുന്ന ഖിൻസീറൻ. ആ, ഖത്തൽതുന്ന എന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങൾ കുറെ സ്ത്രീകൾ. ഓക്കെ. എനിക്കിനി വേണ്ടതെന്ന് പറഞ്ഞാലേ നിങ്ങൾ എഴുതിക്കോളി, നോട്ടുകൾ എഴുതിക്കോളി. നിങ്ങൾ കുറെ പുരുഷന്മാർ. ഉം. നിങ്ങൾ കുറെ പുരുഷന്മാർ കുടിച്ചു. കുടിച്ചു. അടുത്തത് ഒറ്റൊരു വേർഡ് അതിന്റെ നേരെ എഴുതിയാൽ മതി. അടുത്തത് നിങ്ങൾ കുറെ സ്ത്രീകൾ കുടിച്ചിട്ടില്ല. അവർ കുറെ പുരുഷന്മാർ കൊന്നു. നീ ഒരു സ്ത്രീ പ്രവേശിച്ചു. നീ ഒരു പുരുഷൻ വായിച്ചു. മറ്റൊരു ഉദാഹരണം കൂടെ. അവര് കുറെ സ്ത്രീകൾ കുടിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ എല്ലാത്തിനും ഒറ്റൊരു വേർഡ് എഴുതാനുള്ളൂ. ഒറ്റ വാക്കിലാണ് ഉത്തരം എഴുതാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ് അപ്പോൾ നാളെ എപ്പോൾ നിങ്ങൾ ഫ്രീ ആവാം? മോർണിംഗ് എത്ര മണിക്ക്? മോർണിംഗ് അല്ലാതെ ഈവനിങ് എപ്പോൾ? ഈ ടൈം ഫ്രീ ആയിരിക്കും നാളെ? നന്നായിക്കോട്ടെ, ആ ടൈം ആക്കാം. 9:40 ഷാവും. നന്നായിക്കോട്ടെ. സ്വലാത്ത് ചൊല്ലിക്കോളി. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്